നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനെ ആദർശിനെ വിളിച്ച് ഫോൺ വെച്ചപ്പോഴത്തേനും നയന ചോദിച്ചു, അല്ല അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ, പിന്നെ ആണോന്നോ? അതുകൊണ്ടല്ലേ അമ്മ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ. നീ ഇങ്ങോട്ടേക്ക് വന്ന അമ്മയ്ക്ക് ആകെപ്പാടെ ടെൻഷനാ. അപ്പോഴേക്കും നയന പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രഗ്നന്റ് ആയി എത്രയോ സ്ത്രീകൾ ജോലിക്ക് പോന്നു, ജോലിയിൽ നടക്കണ്ടേ? പ്രഗ്നന്റ് ആയെന്ന് വെച്ച് ജോലിക്ക് വന്നിട്ട് ഒരു കാര്യമില്ല, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ അമ്മയ്ക്ക് നീ നേരത്തെ ആഹാരം കഴിക്കുവോ എന്നൊക്കെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെയാ അമ്മയുടെ മനസ്സിൽ. പിന്നീട് ആദർശ് പറഞ്ഞു, അതെ എനിക്ക് അധികം വൈകാതെ ദുബായിക്ക് പോണം, ദുബായിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു പറയണ. അത് കേട്ടപ്പോ നയന പറഞ്ഞു, അല്ല അന്ത് ആദർശേട്ടാ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കുഴപ്പത്തിലാ. ഇപ്പൊ കുറച്ചേ കാലമായാലും ഞാൻ അങ്ങോട്ട് പോയിട്ട്, അപ്പൊ പോവാതിരിക്കാൻ പറ്റില്ല. അനിയെ വിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇച്ചിരി കുഴപ്പം പിടിച്ച കാര്യങ്ങളാ. അവിടെ പോയി എല്ലാം സെറ്റ് ആക്കിയിട്ട് വരണം, അല്ലെ കമ്പനി അടച്ചു പൂട്ടേണ്ടതായിട്ട് വരും. അപ്പോഴേക്കും നയന പറഞ്ഞു, ആദർശേട്ടൻ പോകുന്ന കാര്യം ഓർക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. നീ എന്തിനാ സങ്കടപ്പെടുന്നേ? ഇവിടെ എല്ലാരും ഉണ്ടല്ലോ, ഞാനാണെങ്കിലോ അവിടെ ഒറ്റയ്ക്കാ. അതോർക്കുമ്പോ എനിക്കൊരു വിഷമമുണ്ട്. പിന്നെ ഞാനും കൂടെ പോയെന്ന് ഓർത്തോണ്ട് നീ കൂടുതൽ ശ്രദ്ധിക്കണം. അറിയാലോ, കുടുംബത്തിലുള്ളവരെ കുറിച്ചൊക്കെ അറിയാലോ. അബി പ്രത്യേകിച്ച് ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരാൻ വഴിയില്ല. പോരാത്തന് നിന്റെ നവേച്ചി അബിയോടൊപ്പം ചേർന്നിട്ടുണ്ട്. എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കി വെക്കുമെന്ന് പറയാനും പറ്റില്ല. അപ്പൊ എപ്പോഴും കുടുംബത്തിന് മേലെ നിന്റെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, പാമ്പിനെ വിട്ട് കൊത്തിക്കാനായിട്ട് വന്നവനാ അബി. അപ്പം ചിലപ്പോ അതല്ല അതിനേക്കാളും വലിയ പരിപാടികളൊക്കെ കാഴ്ചവെച്ചെന്നിരിക്കും ഞാൻ അങ്ങോട്ട് പോണ സമയത്ത്. അതുകൊണ്ട് കണ്ടും കരുതിയൊക്കെ വേണം ഇരിക്കാനായിട്ട്. നയന പറഞ്ഞു, ആദർശേട്ടാ അത് പിന്നെ ഞാൻ വിഷമിക്കൊന്നും വേണ്ട, അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഏൽപ്പിച്ചിട്ട് ഞാൻ പോയിക്കോളാം. എന്നാലും എനിക്ക് ടെൻഷൻ ഉണ്ട് നിന്റെ കാര്യത്തില്, അതുകൊണ്ട് ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ ആദർശ് വലിയൊരു ഉപദേശം തന്നെ നയനയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം അബി കാറിൽ പോവാണ്. പോകുന്ന സമയത്ത് അബിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ദുബായിൽ നിന്ന് ഒരു കോളാണ്. അങ്ങനെ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, അബി ഞാനാന്ന് പറയണ. ആ പറഞ്ഞോളാൻ പറയണ. അതെ അധികം വൈകാതെ ആദർശ് ദുബായിക്ക് വരുന്നുണ്ട്. അവന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക, അതങ്ങനെ ആക്കിയത് ഞാനാണ്. അപ്പൊ അവൻ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കമ്പനി പൂട്ടേണ്ടതായിട്ട് വരും. അവൻ വരും. ആ സമയത്ത് അവന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാം. പറഞ്ഞത് കേട്ടല്ലോ, ശരി ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ കാണാന്നൊക്കെ പറഞ്ഞിട്ട് അബി കോള് കട്ട് ചെയ്തു. അബിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവൻ ചെല്ലട്ടെ, ചെന്ന് കയറി കൊടുക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സ് നിറയും. പിന്നീട് മുത്തശ്ശനും ദേവേനയും അജയനും ജയനും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, ഇവിടെ ഇപ്പൊ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് ഗൾഫിലേക്ക് പോവാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോകാന്ന് പറയണേ ഗൾഫിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട്. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അത് ശരിയാകും അച്ഛാ. അച്ഛന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞാലും അതൊക്കെ ശരിയാവുന്ന കാര്യമാണോ? ആ സമയത്ത് ജയൻ പറഞ്ഞൊരു കാര്യം ചെയ്യാച്ചാ, ഞങ്ങളും കൂടെ വരാം, ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാം, നമുക്ക് പോവാന്ന് പറയണ. ആ സമയം മുത്തശ്ശൻ പറഞ്ഞു, അതിന്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നില്ല. ഇതിനു മുമ്പ് ഞാനായിരുന്നല്ലോ പോയി കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറെ കാലമായി അങ്ങോട്ടേക്ക് പോയിട്ട്, പിന്നെ ഇവിടുത്തെ തിരക്കുകളും കാര്യങ്ങളും ആയിട്ട് അങ്ങോട്ടേക്ക് പോകാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കുമാണ് ആദർശ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയത്ത് ആദർശ് വന്നിട്ട് പറഞ്ഞു, അത് മുത്തശ്ശ, ഗൾഫിലെ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആയെന്ന് പറയാണ്. എന്താടാ മോനെ, അത് പോവാനുള്ള ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നോ? ആരോട് ചോദിച്ചിട്ട്? നീ എന്താടാ എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കായിരുന്നേ? അല്ല അത് പിന്നെ മുത്തശ്ശ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ലല്ലോ, കുറെ കാലമല്ലേ ഗൾഫ് യാത്രയൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് ഞാൻ പോയിക്കൊള്ളാന്ന് പറയണ. നീ പോവാനായിട്ടാ? അത് ശരിയാകത്തില്ല. അതെന്താ മുത്തശ്ശ അങ്ങനെ പറഞ്ഞേ? എടാ ഞാൻ പോയിക്കോളാം. മുത്തശ്ശൻ പോവാനോ? മുത്തശ്ശന് വയ്യാതിരിക്കുന്ന സമയത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. എടാ നിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ ഇവളോട് ഞാൻ സംസാരിച്ചു, ഇവൾക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു 2 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ പോയിട്ട് വരാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ജലജ അബി അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്ത് ജലജ ചോദിച്ചു, അല്ല 2 ആഴ്ച എന്ന് പറയുമ്പോ അതപ്പോ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ നീ പറഞ്ഞത്, 2 ആഴ്ച ആദർശം മാറി നിൽക്കുമ്പോ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേ സമയത്താണ് അനി അങ്ങോട്ടേക്ക് വരുന്നത്. അനി വന്നിട്ട് പറഞ്ഞു, ഏട്ടന് പോകാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വേണമെങ്കിൽ കൂടെ വരാന്നൊക്കെ പറയാണ്, പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ആ സമയത്ത് ആദർശ് പറഞ്ഞു, അതൊന്നും സാരമില്ലടാ, നീ ഇവിടെ വേണം, കാരണം നീയും കൂടെ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനെന്നൊക്കെ പറയണം. അപ്പോഴേക്കും ജയൻ അനിയോട് ചോദിച്ചു, എടാ നിനക്ക് തനിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിക്കുക. അനി പറഞ്ഞു, അയ്യോ ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോലും ശരിക്കും പഠിച്ചു വരുന്നുള്ളൂ, അപ്പൊ പിന്നെ അവിടെ പോയി എങ്ങനെ ശരിയാവാനായിട്ടാ? ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഉണ്ട്, ഇവിടുത്തെ പോലൊന്നും അല്ല അവിടെ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഒന്നുകിൽ ആദർശനോടൊപ്പം ഞാൻ പോകാന്ന് പറയണ. ആദർശ് പറഞ്ഞു, അതിന്റെ ഒന്നും കാര്യമില്ലടാ, ഞാൻ പോയിക്കൊള്ളാന്ന് പറയണ, ഞാൻ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തോളാം.
ഉം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആള് വേണ്ടേ? ആ സമയം ജലജ പറഞ്ഞു, അല്ല അബി ഇപ്പൊ ജയിലിൽ നിന്ന് വരുന്നല്ലോ. അബിക്ക് ഇനിയിപ്പോ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നേരത്തെ അവനൊരു ബ്രാഞ്ചിന്റെ മേൽനോട്ട് ഏൽപ്പിക്കുകയും ചെയ്തല്ലേ. ഇപ്പൊ അവൻ കമ്പനിയിലെ സ്റ്റാഫ് മാത്രമല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, അബി കാര്യങ്ങളൊക്കെ നോക്കട്ടെ ആദർശ് ഇല്ലാത്ത സമയത്ത്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഉം, ഇനിയിപ്പം ആ, അബി എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന അനിയാണ്. കാരണം അനിയുടെ അണ്ടറിലാണ് ഇപ്പൊ അവന്. കാരണം അവൻ സ്റ്റാഫ് മാത്രമാണല്ലോ അവിടുത്തെ. അത് കേട്ടപ്പോ ജലജയുടെ അബിയുടെ മോഹമൊക്കെ അങ്ങോട്ട് മാറി. മുത്തശ്ശൻ പറഞ്ഞു, ആദർശ് പറഞ്ഞ അതിന് ശരിയായിട്ടുള്ള കാര്യം. എന്താണെങ്കിലും ആദർശ് ഇല്ലാത്ത സമയത്ത് അബി കമ്പനി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആദർശ് പറഞ്ഞു, എനിക്ക് അനിയെ ഏൽപ്പിക്കാൻ താല്പര്യം. അവൻ നല്ല ഭംഗിക്ക് നോക്കിക്കോളും. ഞാനോ? അതേടാ, നീ മൊത്തം കമ്പനിയുടെ കാര്യങ്ങൾ മൊത്തം നോക്കിയാൽ മതി. 2 ആഴ്ചത്തെ കാര്യമില്ലേ ഉള്ളൂ. ഈ സമയം ദേവേനെ പറഞ്ഞു, അല്ല ഓഫീസിലെ കാര്യങ്ങളും പേപ്പർ വർക്കും ഒക്കെ ചെയ്യുന്ന ജയേണ്ണോ അജയേണ്ണോ. പക്ഷെ കമ്പനി കാര്യങ്ങൾ അങ്ങനെയാണ് അനി നോക്കട്ടെ. അനി പറഞ്ഞു, ആദർശേട്ടാ അതിന് ഞാൻ, എടാ നീ എന്താണെങ്കിലും കേറിയിട്ട് ഇത്ര ദിവസം കൊണ്ട് ഞങ്ങളെല്ലാരും ഞെട്ടിച്ചു കളഞ്ഞു. നിനക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നീ തന്നെ നോക്കിയാൽ മതി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ചെറിയ ഉത്തരവാദിത്വം ഒന്നല്ല ഏറ്റെടുത്ത് തലയിലേക്ക് വെക്കുന്നത്, ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോഴേക്കും ജലജ അഭിരൂഷമായിട്ടൊന്ന് നോക്കി. പിന്നീട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. ആ പുറകെ തന്നെ ജലജയം പോവാണ്. ആ സമയം ദേവേരി പറഞ്ഞു, 2 പേർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ പറഞ്ഞത്. അബിക്ക് അവിടെ സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കാത്തതിന് ദേഷ്യമുണ്ട്. മുത്തശ്ശൻ പറഞ്ഞു, നേരെ ചൊവ്വയാണെങ്കിൽ 3 പേരും കൂടെ കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ കമ്പനി മുന്നോട്ട് കൊണ്ടുവരും. 3 പേർക്കും കൂടെ ഒരേപോലെ തന്നെ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ അബിയെ വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവൻ പോട്ടെ, അവൻ അങ്ങോട്ട് കയറിപ്പോയെന്നോർത്ത് ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കുകയില്ല. അവന്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് അവന്റെ തലയിലേക്ക് ഈ ഭാരിച്ച ഉത്തരവാദിത്തം വെച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനി എപ്പോ പൂട്ടിപ്പോയെന്ന് ചോദിച്ചാൽ മതി. ആദർശ് പറഞ്ഞു, അല്ലേലും അതിനെനിക്ക് ഞാനും ഒരുക്കല്ല മുത്തശ്ശ. കാരണം ഒരു കമ്പനിയുടെ ഒരു ബ്രാഞ്ച് തന്നെ ഏൽപ്പിച്ചപ്പോ തന്നെ അവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇനി അതിന്റെ ആവശ്യമൊന്നും ഇല്ല. അനി നോക്കിക്കോളും. അവൻ നല്ല ഭംഗിക്ക് നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മുത്തശ്ശൻ പറഞ്ഞു, അതാ അതിന്റെ ശരി. അനി, ഇനി നീയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അറിയാലോ. നിന്റെ തീരുമാനങ്ങൾക്കാണ് ഇനി വിലയെന്ന് പറഞ്ഞു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ചെറിയ ഉത്തരവാദിത്തമൊന്നുമല്ല, വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന്റെ അതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു തരും. പിന്നീട് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അബിയോട് ജലജ പറഞ്ഞു, എടാ നീ പോയി വല്ല ചാകടാന്ന് പറയണേ. ഇതിനേക്കാളും ഭേദം അതാ. നിനക്ക് നാണം ഉണ്ടോടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്? കമ്പനിയുടെ എന്തേലും ചുമതല നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് കേട്ടപ്പോ അബി പറഞ്ഞു, അമ്മേ എല്ലാരും കൂടി നമ്മളെ ചവിട്ടി അരയ്ക്കുമല്ലേ. എടാ അതാ പറഞ്ഞത്, ഇവിടെ ഒരു വിലയില്ലെന്നുള്ള കാര്യം. അമ്മ വിഷമിക്കൊന്നും വേണ്ടമ്മേ. വിഷമിക്കേണ്ട പോലും. ഇതൊക്കെ കണ്ടും കേട്ടും മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എടാ ഇവിടെ എന്തെങ്കിലും ഇത്തിരിയെങ്കിലും വിലയുണ്ടോ? ഇത്തിരി വിലയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം തന്നേനെ. കണ്ടില്ലേ എനിക്ക് എല്ലാ സ്ഥാനമാനങ്ങളും കൊടുത്തിരിക്കുന്നേ. അപ്പോഴേക്കും ഹബി പറഞ്ഞു, അമ്മേ അവനെ എല്ലാ സ്ഥാനമാനങ്ങളും കൊടുത്ത് അവനെ ഉയർത്തിക്കൊണ്ട് വരുന്ന അവൻ നിൽക്കുന്ന ബ്രാഞ്ചില് ഭയങ്കര നേട്ടമാണ് പോലും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാന്നോർത്താണ് അമ്മ ഇരിക്കുന്നേ. ആദർശിന്റെ ബ്രാഞ്ചിലേക്ക് വരുന്ന പല കാര്യങ്ങളും വഴിതിരിച്ച് അനിയുടെ ബ്രാഞ്ചിലേക്ക് വിടുവാണ്. എന്നിട്ട് അവനെ അങ്ങനെ ഉയരത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. വലിയ കേമമാണ് അവരുടെ വിചാരം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ജലജ പറഞ്ഞു, എന്നാലും എടാ ഇതൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ വിഷമിക്കേണ്ടമ്മേ. ഇതിനുള്ള പണി ഉടനെ കൊടുക്കും. ദുബായി വെച്ച് കൊടുക്കും എന്ന് പറയണം. പിന്നെ കേരളത്തിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെയാണോ നീ ദുബായി വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്? മിണ്ടാതിരിക്കുക, എന്റെ വായിന്ന് വല്ലതും കേൾക്കും. എന്റെ അമ്മ ഇങ്ങനൊന്നും പറയല്ലേ. അമ്മയൊന്ന് സമാധാനപ്പെട്. ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യ. അമ്മ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? അവിടെ ദുബായിലേക്ക് അവൻ ചെന്ന് കഴിയുമ്പോഴത്തേനും അവനെ പൂട്ടാനായിട്ട് ഓരോ ടൗണിലും ആള് കാണുമെന്ന് പറയാണ്. അവിടെ എവിടെയെങ്കിലും വെച്ച് അവനിട്ട് പണി കൊടുക്കുമെന്ന് പറയണേ. ഇവിടുത്തെ പോലെയുള്ള പണിയല്ല അവിടെ കിട്ടാൻ പോകുന്നത്. നല്ല ഇടിവെട്ട് പണി തന്നെ കിട്ടാൻ പോകുന്നത്. എടാ ഇനിയിപ്പം നീ അവിടെ പോയി പണി കൊടുക്കാൻ പോകണോ? ഞാനാന്ന് ആരാ പറഞ്ഞേ? അതിനൊക്കെയുള്ള ആൾക്കാർ എവിടെ ഉണ്ട്? കണ്ടു. അധികം വൈകാതെ കമ്പനിയൊക്കെ പൂട്ടുന്ന അമ്മ കണ്ടു. അതിനുള്ള തന്ത്രപ്പാടുകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുവാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, എന്തൊക്കെ കാണിച്ചാലും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടായാൽ മതി. ആ സമയം അബി പറഞ്ഞു, അമ്മേ ഈ കാണിക്കുന്നതിനൊക്കെ ഏറ്റവും കൂടുതൽ നാണം കിടുന്ന ആരെന്നറിയോ? നവ്യാണ്. എല്ലാവരുടെയും മുന്നിൽ നമ്മളെ അവനിങ്ങനെ താഴ്ത്തി കെട്ടിക്കഴിയുമ്പോൾ നവ്യാണ് ഏറ്റവും കൂടുതൽ നാണം കിടുന്നത്. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യണം. നവ്യയുടെ മനസ്സിനെ അങ്ങ് ചൂട് പിടിപ്പിക്കണം. അവൾ വിചാരിച്ച പല കാര്യങ്ങളും നടക്കും. എന്ത് നടക്കുമെന്ന് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ? അമ്മ അവളെ ഏറ്റവും വലിയ ബോംബാണ്. അവളാണ് പൊട്ടിത്തെറിക്കാൻ പാത്രം നിൽക്കുന്നത്. അതുകൊണ്ട് അവളുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വിഷം കുത്തി നിറച്ചു വെക്കണം. എന്നെ തരം താഴ്ത്തുമായിട്ട് ബന്ധപ്പെട്ട് അമ്മ അവളോട് പറഞ്ഞാൽ മതി, പരാതി പറഞ്ഞാൽ മതി. പിന്നെ അത് മതി. അവൾ അത് പോയി എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിച്ച് മൊത്തം കൊള ആക്കിക്കോളും. അമ്മയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ.
അമ്മയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുക, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തോളാം. അതും പറഞ്ഞ് അഭി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ജാനുജ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ അനി കമ്പനിയിൽ ഇരിക്കുവാണ്. ആ സമയത്താണ് മാനേജർ അങ്ങോട്ട് വരുന്നത്. മാനേജർ വന്നു കഴിഞ്ഞൊരു ഫയൽ കൊടുത്തു കഴിഞ്ഞപ്പത്തിന് അനി ചോദിച്ചു, അല്ല അഭി വന്നോന്ന് ചോദിക്കാം. എത്തിയിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി. ഇത്തിരി സമയം കഴിഞ്ഞപ്പത്തിന് അഭി അങ്ങോട്ട് വന്നു. ഓ, ഇനിയിപ്പൊ അനുവാദം ഇല്ലാതെ കടന്നു വന്നാല് സാറിന് ഇഷ്ടപ്പെടുവോ എന്ന് കരുതിയിട്ടാ ഞാൻ അവിടെ നിന്നേന്ന് പറയാണ്. ആ സമയം അനി എന്ത് ചെയ്തു, അവിടെ അടിച്ചു വെച്ചിരുന്ന ലെറ്റർ എടുത്ത് കൊടുക്കുവാണ്. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞപ്പോ ഒരു നിമിഷം അഭി ഞെട്ടിപ്പോയി. അഭി അത്തേലേക്ക് നോക്കി. ആ സമയത്ത് അനി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എടാ, നിന്നെ പോലുള്ള ഒരുത്തനെ ഇനി കമ്പനിക്ക് ആവശ്യമില്ല. കാരണം നീ ചെയ്ത ക്രൂരതകൾ എന്താ. പാവ അനഘ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ചതിച്ച് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് അതിനെ കൊല്ലാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ ആ പെൺകൊച്ചിനെ വെച്ച് ആദർശനെ കരിവാക്കിയിട്ട് നീ എന്തൊക്കെ നാടകങ്ങൾ കളിച്ചു. ആദർശന്റെ മുഖത്ത് കരിവാരി തേക്കാൻ ശ്രമിച്ചില്ലേ. അതോടൊപ്പം പാവം നയനേച്ചിയെ പാമ്പിനെ വിട്ട് നീ കൊല്ലിക്കാൻ ശ്രമിച്ചില്ലേ. അത് കൂടാതെ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ജൂലിയറുടെ പേരിൽ നീ വിൽക്കാൻ ശ്രമിച്ചില്ലേ. അതിനൊക്കെ നിനക്ക് മാപ്പില്ല എന്ന് പറയണ. അങ്ങനെ നിന്നെ പോലുള്ള ഒരുത്തിന് ഒരിക്കലും ഈ കമ്പനിയുടെ പടി ചവിട്ടിക്കൂടാ. നിനക്കിനി ഇവിടെ ഇരിക്കാനുള്ള യോഗ്യത ഇല്ലാന്ന് പറയണ. അതുകൊണ്ട് ഇനി മുതല് നിനക്ക് ഈ കമ്പനിയില് ജോലി ഇല്ലാന്ന് പറയാം. ഇത് കേട്ടിഞ്ഞപ്പോ അഭിക്ക് നല്ല ദേഷ്യമായി. അഭി ദേഷ്യപ്പെട്ട് അനിയെ നോക്കുവാണ്. അപ്പോഴേക്കും അനി പറഞ്ഞു, ഈ തീരുമാനം എടുക്കാനായിട്ട് എനിക്ക് ആരുടെ ആവശ്യമില്ലടാ. ഇപ്പൊ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. നിന്നെ പോലെ ആർത്തിപ്പണ്ടാരമല്ല ഞാന്. അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യ. അതുകൊണ്ട് ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. നീ ഇനി ഇവിടെ വേണ്ട. ഇതിനെക്കുറിച്ച് എനിക്കിപ്പോ മുത്തച്ഛനോടോ ആദർശനോടോ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഇന്ന് മുതൽ നിനക്ക് കമ്പനി ജോലിയില്ല. നിന്നെ ഇവിടുന്ന് പിരിച്ചു വിട്ടിരിക്കുക. ഈ കമ്പനിയുടെ പടിക്കിലേക്ക് നീ കാല് പോലും കുത്തിയാക്കരുത്. നിന്നെ പോലെ ദുഷ്ടനെ ഈ കമ്പനിയിലല്ല വീട്ടിൽ നിന്നിരിക്കാൻ പോലും യോഗ്യതയില്ല. എന്റെ മുത്തച്ഛന് പറ്റിയൊരു അബദ്ധമാണ് നീ നിന്റെ അമ്മ അതിന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ കുടുംബത്തിലുള്ളവര്. മേലാൽ ഈ കമ്പനിക്കകത്തേക്ക് കയറിപ്പോയേക്കലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അഭിക്ക് സഹിച്ചില്ല. അഭി പെട്ടെന്ന് ആ കയ്യിലിരുന്ന പേപ്പറൊക്കെ വലിച്ചേറി. എന്നിട്ട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാടാ. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ. എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ലടാ. അനുഭവിക്കാനുള്ള മൊത്തം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. കണ്ടോ, നിന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഈ അഭി ആരാ നീ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ. അതും പറഞ്ഞ് അനിയുടെ നേരെ വിരല് ചൂണ്ടി വെല്ലു വിളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് എനിക്ക് നല്ല ദേഷ്യമായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.